കവിയൂർ പൊന്നമ്മ എന്ന് പറയേണ്ടിയിരിക്കുന്നു. 1971, 72, 73, 94 വർഷങ്ങളിലാണ് മികച്ച രണ്ടാമത് നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ. തുടരുക. നമ്മളോടൊപ്പം ചലച്ചിത്ര താരം സുരേഷ് കൃഷ്ണ ചേരുന്നുണ്ട്. സുരേഷ്, അറിഞ്ഞു കാണുമല്ലോ, സങ്കടകരമായ വാർത്തയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ? ഉച്ചവരയ്ക്കും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും അവസാനം അകത്ത് കയറി കണ്ടത് ഞാനായിരിക്കണം. കണ്ട് ഡോക്ടർമാരൊക്കെ സംസാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇന്ന് രാത്രിയും കൂടിയും ഒക്കെ കഴിഞ്ഞു കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഞാനും. എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു ഈ ഞെട്ടിക്കുന്ന വാർത്ത. ഞാനിപ്പോ ഒരു ഷൂട്ടിങ്ങിലേക്ക് അത്യാവശ്യം വരേണ്ടി വന്നൊരു അവസ്ഥയുണ്ടായി. വരുന്ന വഴിക്കാണ് ഞാനിപ്പോൾ ഒരു ന്യൂസ് കേട്ടത്. ഞങ്ങളുടെ സഹപ്രവർത്തകർ പലരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ എത്ര മണിക്കാണ് പൊതുദർശനം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകത്ത് തന്നെ പറയുന്നതായിരിക്കും. ഒരു 2 മാസം കൂടി ഞാൻ ചേച്ചീനെ വീട്ടിൽ പോയി കണ്ടതായിരുന്നു. ഞാനും നമ്മുടെ സിദ്ദിഖ് ലാലേട്ടനും കൂടി വീട്ടിൽ പോയി കണ്ടതായിരുന്നു. അന്നും ചേച്ചിയുടെ മുഖത്തിന്റെ ആ ഒരു ഐശ്വര്യത്തിനും യാതൊരു കുറവുമില്ല. ശരീരം കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചേച്ചിയുടെ മുഖമൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം സംസാരിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇത്ര പെട്ടെന്ന് തന്നെ ചേച്ചി വീണ്ടും ഹോസ്പിറ്റലൈസ്ഡ് ആവുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുമെന്നൊന്നും അന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. കുറെ സിനിമകളിലൊക്കെ ഒരുമിച്ച് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്നത് ഈ ഒരു തലമുറയുടെ അമ്മ മാത്രമല്ല, കഴിഞ്ഞ തലമുറയ്ക്കും എത്രയോ തലമുറയായിട്ട് തന്നെ അവര് ഇങ്ങനെ അമ്മ വേഷവും ചെയ്ത് നമ്മുടെ മനസ്സിൽ മലയാള സിനിമയുടെ ഒരു അമ്മ എന്ന് പറയുന്ന അത്രത്തോളം ഒരു എന്താ പറയുക വലിയ സ്ഥാനത്ത് നമുക്കെല്ലാവർക്കും സ്വന്തം അമ്മ എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ ചേച്ചി. അതുപോലെ തന്നെയായിരുന്നു അവർക്കും ഞങ്ങളെല്ലാം തന്നെ സ്വന്തം മക്കളെ പോലെയായിരുന്നു. മലയാള സിനിമയിലെ ഒരുപക്ഷെ മിക്കവാറും ആൾക്കാരൊക്കെ തന്നെ ചേച്ചിക്ക് മക്കളെ പോലെ തന്നെയായിരുന്നു. അതേ വാത്സല്യത്തോടെ തന്നെയായിരുന്നു പെരുമാറുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക വിഷമം തോന്നുന്നു. അഭിനയിച്ച സീനുകളൊക്കെ തന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ചേച്ചിയുടെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ തന്നെ ആലോചിക്കുമ്പോഴത്തേക്കും ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി എന്ന് ഇപ്പോഴും എന്താ പറയുക വിശ്വസിക്കാനാവുന്നില്ല. ഇന്നലെ ഇന്നൊക്കെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും ചേച്ചിയുടെ ഒരു വിൽ പവർ ഭയങ്കരമായിരുന്നു. ചേച്ചിക്ക് ഈ അടുത്ത കാലത്ത് വരെയും ചേച്ചിയുടെ അസുഖം എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അതിന്റെ ആണോന്ന് അറിയില്ല. ചേച്ചിക്ക് ഭയങ്കര ഒരു വിൽ പവർ. ഒരു പക്ഷേ ഇന്നസെന്റ് ഏട്ടന് ശേഷം ഇത്രയും വിൽ പവർ ഉണ്ടായിരുന്ന അതും ഒരു എന്താ പറയുക പൊന്നമ്മ ചേച്ചിയെ പോലത്തെ ഒരാൾ ഇത്രയും വിൽ പവർ ഉള്ള ഒരാളാണെന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ചേച്ചിക്ക്. ചേച്ചിക്ക് ഒന്നുമില്ല എന്നൊരു വിശ്വാസത്തിലാണ് ചേച്ചി ഇത്രയും ദിവസം ജീവിച്ചു പോയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. ഏതായാലും നമ്മളെ വിട്ട് പോയിരിക്കുന്നു. തീർച്ചയായും സുരേഷ് കൃഷ്ണ, വളരെയധികം നന്ദി ഈ ഒരു സാഹചര്യത്തിലും നമ്മളോട് പ്രതികരിച്ചതിൽ. അതുതന്നെയാണ്, വളരെ മികച്ച രീതിയിൽ അമ്മവേഷങ്ങൾ കൈകാര്യം ചെയ്ത നടി കൂടിയാണ്. 79 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, എങ്ങനെയാണ് പുതിയ നടപടി, ഇനി അങ്ങോട്ടുള്ള നടപടികൾ എങ്ങനെയാണ്? മൃതദേഹം അല്ലെങ്കിൽ എപ്പോഴത്തേക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ? കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? കാളിദാസ്, ഇന്ന് വൈകിട്ട് 5:33 കൂടിയാണ് കവിയൂർ പൊന്നമ്മയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്ന് ഭൗതികദേഹം ഇവിടെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ എറണാകുളം